സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക്. ഒരുപാട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, മക്കളെ കൊണ്ട് വലിയ വിഷമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയും അവരുടെ മക്കളെയും എല്ലാം അല്ലാഹു സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യാൻ പടച്ചോനെ, ഞങ്ങളെ മക്കളെയൊക്കെ നീ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് മാതാപിതാക്കൾ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ഒരു അമൽ, ഒരു ചെറിയ അമൽ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ അമൽ നിങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കുന്നതാണ്, യാതൊരു സംശയമില്ല. അത്ര നല്ലൊരു അമലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ ഒരു കാരണമാക്കുന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ കാരണമാകും. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ അലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യൻ വുളു എടുത്തതിന് ശേഷം ഈ ഇസ്മിനെ ഒരു 5 വട്ടം പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ, ഈ ഇസ്മിനെ നിങ്ങൾ 5 വട്ടം പറഞ്ഞാൽ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മക്കളെ നന്നാക്കുന്നതാണ്. മാത്രമല്ല, സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുന്നതാണ്, സമ്പത്തിൽ അല്ലാഹു ഉയർച്ച നൽകുന്നതാണ്. മാത്രമല്ല, അല്ലാഹു ഒരു മലക്കിനെ നിങ്ങൾക്ക് സഹായത്തിന് എത്തിക്കുന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ വുളു എടുത്താൽ കിട്ടുന്ന നേട്ടങ്ങളെ പറ്റി ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ വുളു എടുത്താൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ അവന് കിട്ടും. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞത് വുളു എടുത്തതിന് ശേഷം ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ, ഏത് മക്കളാകട്ടെ, നിങ്ങളുടെ മക്കൾക്ക് ദുശീലമുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ, നിങ്ങൾ ചില മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, മക്കളൊക്കെ മദ്യപാനികളാണ്, മയക്കുമരുന്നിനൊക്കെ അടിമകളാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ചവനെ, ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അപ്പൊ നിങ്ങൾ വുളു എടുത്തിട്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇതൊന്ന് ചൊല്ലി നോക്ക്, ഇതൊന്ന് പറഞ്ഞു നോക്ക്. മാത്രമല്ല, ഇത് ചെല്ലുമ്പോൾ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ വുളു എടുത്താൽ കിട്ടുന്ന നേട്ടങ്ങളെ പറ്റി ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമുക്ക് വുളു ചെയ്യുന്ന സമയം അവയവങ്ങൾ കഴുകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ തെറ്റുകളും ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാനുള്ള ഒരു വഴിയാണ് മുഅ്മിനീങ്ങളെ വുളു എടുക്കുക എന്നുള്ളത്. മുത്തനബി തങ്ങൾ പറയുകയാണ്, മുഖം കഴുകുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഹറാമുകൾ കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹറാമുകളെല്ലാം ഒലിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 2 കൈകൾ കഴുകുമ്പോൾ ആ കൈ കൊണ്ട് എന്തെല്ലാം ഹറാമ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ എന്തെല്ലാം ഹറാമ് കൈകൊണ്ട് ചെയ്തിട്ടുണ്ടോ ആ ഹറാമുകളെല്ലാം നിങ്ങൾ വുളു എടുക്കുമ്പോൾ അത് ഒലിച്ചു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, കൈകൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം ഒലിച്ചു പോകുന്നതാണ്. അപ്പോൾ വുളു ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അത് ഒലിച്ചു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ വുളു വലിയ മഹത്വമുള്ളതാണ്. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. മുത്തനബി തങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്, സഹാബാ, ഞാനിങ്ങനെ സ്വർഗത്തിലൂടെ നടന്നു പോവുകയാണ്. റസൂൽ പറയുകയാണ്, ഞാനിങ്ങനെ സ്വർഗത്തിലൂടെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ മുന്നിൽ കൂടി ഒരാൾ നടന്നു പോകുന്നതായി ഞാൻ കണ്ടു. എന്റെ മുമ്പിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകാൻ റസൂലുള്ളാഹി പറയുന്നു, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നതായി ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ആരാണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹാനല്ലാഹ്, ബിലാൽ റളിയല്ലാഹു അൻഹു ആണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ബിലാലേ, നീ എന്ത് കാര്യമാണ്, എന്ത് അമലാണ് നീ ഇങ്ങനെ ചെയ്യാൻ കാരണം? സ്വർഗത്തിൽ എനിക്ക് മുന്നേ നടന്നു പോകാൻ ഈ ഭൂമിയിൽ നീ എന്ത് കാര്യമാണ് ചെയ്യാൻ കാരണം? എന്ത് അമലാണ് നീ ചെയ്തത് ചോദിച്ചു. അവിടെ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, നബിയേ, പ്രത്യേകമായി ഒന്നും എന്റെ കയ്യിലില്ല നബിയേ.
ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക ഗുണമുണ്ടായിരുന്നു. എപ്പോഴും വുളൂഉള്ള ആളായിരുന്നു. നിസ്കരിക്കുമ്പോൾ നിസ്കാരമില്ലാത്ത സമയത്ത് വുളൂഉള്ള ആളായിരുന്നു. സുബ്ഹാനല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും വുളൂഉള്ള ആളായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും വുളൂഇൽ നടക്കാൻ ശ്രമിക്കുക, കഴിയുന്നവരൊക്കെ അതിന് ശ്രമിക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിനുള്ള പ്രത്യേകത എന്താണ്? എപ്പോഴും വുളൂ ഉണ്ടായിരുന്നത്. നിസ്കരിക്കുന്ന സമയത്താകട്ടെ അല്ലാത്ത സമയത്താകട്ടെ എപ്പോഴും വുളൂ എടുത്ത് നടക്കുന്ന ആളായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അത് കാരണമായിട്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ വലിയ പദവി നൽകിയെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്ക്, വുളൂ എടുക്കുവാൻ വിധങ്ങൾ പറയുകയാണ്. ഉറക്കമുണരുന്നത് വരെ ഒരാൾ വുളൂ എടുത്തുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കമുണരുന്നത് വരെ അവനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പൊ വുളൂ വലിയ മഹത്വമുള്ള കാര്യമാണ്. ആ വുളൂ എടുത്തതിന് ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വുളൂ എടുത്തതിന് ശേഷം ഈ ദിക്റിനെ യാ ശക്കൂർ യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ്. അപ്പോൾ വുളൂ എടുക്കുന്നത് ഒരുപാട് മഹത്വമുള്ള കാര്യമാണ്. അത് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്വർഗ്ഗത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മുന്നിലൂടെ നടന്നു പോകാൻ അല്ലാഹു നൽകപ്പെട്ട ഒരു ആ പദവി നൽകപ്പെടാനുള്ള കാരണം വുളൂആണ്. അപ്പൊ ഈ വുളൂ എടുത്തതിന് ശേഷം നിങ്ങൾ യാ ശക്കൂർ യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ് എന്നൊരു 5 പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കുന്നതാണ്. നിങ്ങൾ ദുആ ചെയ്യണം, പടച്ചവനേ റബ്ബേ എൻ്റെ മകനെ നീ സാലിഹാക്കണേ അല്ലാഹ്, അവന്റെ ദുശീലം മാറ്റണേ അല്ലാഹ്, അവന്റെ പഠനത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ്, അവന് നല്ല ജോലി നൽകണേ അല്ലാഹ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ഈ ഒരു ദിക്ർ നിങ്ങൾ മറന്നു പോകണ്ട. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ചെറിയ വിജയം തന്നെ ഒരുപാട് വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. നിങ്ങളെ മക്കളെ അല്ലാഹു നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കുന്നതാണ്. നിങ്ങളുടെ അന്ത്യം, നിങ്ങളുടെ മരണസമയം മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ മരിക്കുകയില്ല. അല്ലാഹു നിങ്ങളെ അന്ത്യം നല്ലതാക്കി മാത്രമാണ് മരിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വുളൂ എടുത്തിട്ട് ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്ക്. വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവനെ, ഈ അറിവുകൾ മറ്റുള്ളവരിലൂടെ നിങ്ങൾ എത്തിക്കുക. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഓരോ ദിക്റിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും അദ്കാറുകളുടെയും സലാത്തുകളുടെയും എല്ലാം മഹത്വങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ റബ്ബേ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖന അലൈനാ വലിജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖനാ റബ്ബനാ ശർറ മാ ഖദീത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ റബ്ബി റബ്ബമാ കമാ റബ്ബൗനാ സഗാറ. പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ, നിങ്ങൾ പലരും രോഗികളാണ്. നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ
പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ് സർവ്വവിധ ആപത്തുകൾ മുസീബത്തുകൾ ഇടങ്ങേറുകൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ വേദനകൾ രോഗങ്ങളെല്ലാം അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് അല്ലാഹുവേ കരുണവാനായ റബ്ബേ ഞങ്ങൾ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലാഹ് ഞങ്ങളെ വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരോട് ജോലി നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങൾ ഏതൊരു മേഖലയിൽ ഇറങ്ങിയാലും സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ് ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ് സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ് കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുടെ മക്കൾ നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് സർവ്വവിധ ആപത്ത് മുസീബത്തുകൾ ഇടങ്ങേറുകൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ വേദനകൾ രോഗങ്ങൾ എല്ലാം അവരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാഹ് അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നെല്ലാം കാക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്